നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുത്തു. അദ്ദേഹത്തിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരികയാണ്. വിശദമായി നോക്കാം. അബ്ദുൾ റഹീം നൽകിയിരിക്കുന്നത് നിർണായകമായ മൊഴിയാണ്. ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് റഹീമിന്റെ മൊഴി. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞ 4 മാസമായി താൻ വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരമായി താൻ നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നാണ് റഹീം മൊഴി നൽകിയിരിക്കുന്നത്. ഈ കൂട്ടക്കൊലയുടെ കാരണം തന്നെ വൻ കടബാധ്യത എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിന് വേണ്ടി കുടുംബത്തെ ശല്യം ചെയ്തു. പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തു തുടങ്ങി. ഇതോടെ ഒരു കൂട്ട ആത്മഹത്യ എന്ന ഒരു പദ്ധതി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. ഇത് അഫാൻ നൽകിയ മൊഴിയാണ്. കുടുംബം കൂട്ടമായി ആത്മഹത്യ ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ആലോചിച്ചിരുന്നു എന്ന് അഫാൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മ ഷെമീന ചിട്ടി നടത്തിയും ഒരുപാട് പണം നഷ്ടമായി. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഷെമീന ചിട്ടി നടത്തിയത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി, പക്ഷെ പണം നൽകിയില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി. അഫാൻ മോശമായി സംസാരിച്ചു. ഇത് ലത്തീഫ് അടുത്ത ബന്ധുക്കളോട് പറഞ്ഞു. ഈ കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ അഫാൻ ഒരിക്കലും ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാണ് പോലീസിന് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. തലയ്ക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കള നിന്നും ഓടി വന്ന ഷാഹിദ നിലവിളിച്ചു. അപ്പോഴാണ് ഷാഹിദയെ തലക്കടിച്ച് അഫാൻ വീഴ്ത്തിയത്. കടബാധ്യതയ്ക്ക് ഉമ്മയാണ് കാരണമെന്ന് എപ്പോഴും അമ്മുമ്മ ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തൽ നടത്തിയത് കൊണ്ടാണ് അമ്മയെ ആക്രമിച്ച ശേഷം അമ്മുമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം അമ്മ ഷമീന ഇപ്പോഴും മകനെതിരെ മൊഴി നൽകിയിട്ടില്ല. ഇന്നും വീണ്ടും ആ മൊഴി, അതായത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് ഷമീന നൽകിയിരിക്കുന്ന മൊഴി. മജിസ്ട്രേറ്റിനാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്ക് പറ്റിയതെന്നാണ് ഉമ്മ ഷമീന പറഞ്ഞിരിക്കുന്നത്. 45 മിനിറ്റാണ് ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം കൂട്ടക്കൊലയിലേക്ക് നയിച്ച കടബാധ്യതയാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും 23 വയസ്സുകാരൻ അഫാൻ നടത്തിയ അരുംകൊലകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. 3 വീടുകളിലായി 5 കൊലപാതകങ്ങൾ. അഫാന്റെ മുത്തശ്ശി സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പ്രതു സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയും പെൺസുഹൃത്തുമായ ഫർസാന എന്നിവരെയാണ് അതിക്രൂരമായി അഫാൻ കൊലപ്പെടുത്തിയത്. അതേസമയം ഈ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. സ്നേഹത്തോടെ വളർത്തിയ 2 മക്കളിൽ ഒരാൾ ജീവനോടെയില്ല, മറ്റൊരാളാകട്ടെ അറസ്റ്റിലാണ്. പ്രിയപ്പെട്ട ഭാര്യ ആശുപത്രി കിടക്കയിൽ. വളരെ വേദനയിലേക്കാണ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയത്. വ്യാഴാഴ്ച 12:15 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത്. റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം. പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി. കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത്. നാട്ടിലെത്തിയ റഹീം DK മുരളി MLA ഓഫീസിലേക്കാണ് ആദ്യം ചെന്നത്. അവിടെ നിന്ന് പള്ളിയിലേക്ക്, അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത തന്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക് അദ്ദേഹം എത്തി. അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കണ്ടു. അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് കൂടുതൽ വാത്സല്യം നൽകിയിരുന്നു എന്നാണ് റഹീം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അഫാനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത്. 10 മാസത്തോളം റിയാദിൽ കുടുംബം ഒപ്പമുണ്ടായിരുന്നു. കാറ്ററിങ്ങിനും മറ്റും പോയി അഫാൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു. അത് അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.